ഹലോ, ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി. ഇന്ന് നമുക്ക് നടിയെ ആക്രമിച്ച കേസിൽ ചില സംഭവ വികാസങ്ങളൊക്കെ നോക്കാം. അതായത് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജയിലിലേക്ക് ഒരു മൊബൈൽ ഫോൺ കിട്ടിയെന്നും അതിൽ നിന്ന് പലരെയും വിളിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടു. അതിനെക്കുറിച്ച് ജഡ്ജ്മെന്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ജയിലില് പൾസർ സുനി എത്തുന്ന സമയത്ത് പൾസർ സുനിയുടെ ഇൻമേറ്റ്സ് ആയിട്ട് ആ ജയിലില് പൾസർ സുനി കിടക്കുന്ന സെല്ലിൽ തന്നെ ഇൻമേറ്റ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് 2 പേരാണ്. അതിൽ ഒന്ന് വിഷ്ണു, ഒന്ന് വിപിൻലാൽ. ഇതിലെ വിഷ്ണുവിനെ പൾസർ സുനിക്ക് മുമ്പേ അറിയാം. അപ്പോൾ വിപിൻലാൽ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ പൾസർ സുനി വിഷ്ണുവിനോട് പറയുന്നു ഒരു മൊബൈൽ ഫോൺ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരണമെന്ന്. കാരണം വിഷ്ണുവിന് ഇറങ്ങാൻ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ സംഘടിപ്പിച്ച് തരണമെന്ന് പറയുന്നു. അതല്ലാതെ മറ്റ് പ്ലാൻസും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് വിപിൻലാലിന്റെ മൊഴിയിൽ നിന്ന് കിട്ടുന്നത്. അതായത് ആദ്യം പറഞ്ഞു ആരെങ്കിലും പരിചയമുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഫോൺ ജയിലിൽ നിന്ന് പുറത്ത് നിന്ന് അകത്തേക്ക് ഇടുകയെന്നും എന്നിട്ട് അവിടെ അഗ്രികൾച്ചറൽ വർക്ക്സ് ഒക്കെ അവിടെ തന്നെ ജയിലിൽ തന്നെ വർക്ക് ചെയ്യുന്ന പ്രിസണേഴ്സിന്റെ സഹായത്തോടു കൂടി അത് സെല്ലിലേക്ക് എത്തിക്കാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷെ അത് വേണ്ടെന്ന് വിചാരിച്ച് അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് ജയിലിലെ ഏതെങ്കിലും ഒരു ഓഫീസേഴ്സുമായിട്ട് കുറച്ച് സൗഹൃദമൊക്കെ സ്ഥാപിച്ച് അവർ വഴി ഈ മൊബൈൽ സെല്ലിലേക്ക് എത്തിക്കാമെന്നായിരുന്നു രണ്ടാമത് പ്ലാൻ ചെയ്തത്. അതും വേണ്ടെന്ന് വെച്ചു. കാരണം ഈ പൾസർ സുനിക്ക് ഗൂഢാലോചനയിൽ അധികം പേരെ ഉൾപ്പെടുത്താതിരിക്കുന്നതായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ ഈ വിപിൻലാലും വിഷ്ണു മാത്രം ഉൾപ്പെട്ട് ഈ മൊബൈൽ എങ്ങനെയെങ്കിലും കയ്യിലെത്തുക എന്നുള്ളതായിരുന്നു പൾസർ സുനിക്ക് താല്പര്യം. ലാസ്റ്റത്തെ പ്ലാൻ ആയിരുന്നു ഇത്. അതായത് വിപിൻലാൽ എന്തായാലും ഇറങ്ങുകയാണ് ജയിലിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് ഒരു മൊബൈൽ അറേഞ്ച് ചെയ്ത് തരണം. ഇനി അത് ജയിലിലേക്ക് എത്തിക്കുന്നതാണ് വലിയൊരു പണി എന്ന് പറയുന്നത്. അപ്പൊ അതിനും പൾസർ സുനിയുടെ കയ്യിൽ നല്ലൊരു ട്രിക്ക് ഉണ്ടായിരുന്നു. ഈ ഷൂസിന്റെയും ഹീൽസിന്റെയും ഇടയിൽ മൊബൈൽ ഫോൺ വെച്ച് അത് ജയിലിലേക്ക് ആ ഷൂസ് കൈമാറുന്നതായിരുന്നു പൾസർ സുനിയുടെ പ്ലാൻ. പൾസർ സുനി തന്നെയാണ് ആ ഒരു ട്രിക്ക് ഈ വിഷ്ണുവിന് പറഞ്ഞു കൊടുക്കുന്നത്. പൾസർ സുനി പറഞ്ഞു കൊടുത്ത പോലെ തന്നെ വിഷ്ണു ഒരു 200 രൂപയുടെ ഒരു ഷൂസ് വാങ്ങുന്നു. അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് നിന്ന് ഗമ്മും കത്തിയും വാങ്ങുന്നു. മൊബൈൽ ഫോണും സിമ്മും അതിന് മുമ്പ് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മൊബൈൽ ഫോണിലേക്ക് ഈ സിമ്മ് മറ്റൊരു സ്ഥലത്ത് നിന്നാണ് ഈ സിം ഇടുന്നത്. അതിനുശേഷം ഈ ഷൂസ് ഈ നൈഫ് കൊണ്ട് ഈ കത്തി കൊണ്ട് കീറുകയാണ്. കീറിയതിന് ശേഷം മൊബൈൽ ഫോൺ വെക്കുന്നു. എന്നാൽ കീറി കഴിഞ്ഞത് തുന്നണമെങ്കിൽ ചെരുപ്പ് നന്നാക്കുന്ന ആരുടെ അടുത്തെങ്കിലും പോകണം. അങ്ങനെ വേറൊരു സ്ഥലത്തുള്ള ഒരു ചെരുപ്പ് നന്നാക്കുന്ന ഒരാളുടെ അടുത്തേക്ക് പോകുന്നു. ഇത് അവിടെ തുന്നുന്നു. തുന്നി കഴിഞ്ഞതിന് ശേഷം ഈ ഷൂസ് എങ്ങനെയും ജയിലിൽ എത്തിക്കണം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ വിഷ്ണു ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇറങ്ങിയ ഉടനെ തന്നെ ജയിലിലേക്ക് ഒരു വിസിറ്റർ ആയിട്ട് പോകാൻ കഴിയില്ല. 3 മാസത്തേക്ക് അയാൾക്ക് റെസ്ട്രിക്ഷൻ ആണ്. പിന്നീട് ആ ജയിലിന്റെ ഗേറ്റ് കടന്ന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മഹേഷ് എന്നൊരു ഫ്രണ്ടിന്റെ സഹായം തേടുകയാണ്. അങ്ങനെ മഹേഷിന്റെ കയ്യിൽ ഒരു കിറ്റായിട്ട് കൊടുക്കുന്നു. മഹേഷ് അവിടെ പോയി വിപിൻലാൽ എന്ന ഒരാളെ കാണണമെന്ന് പറയുന്നു. അങ്ങനെ വിപിൻലാലിന് ഈ ഷൂസ് കൈമാറുന്നു. ആ സമയത്ത് ഓഫീസേഴ്സ് ചോദിക്കുന്നുണ്ട് എന്താണ് കിറ്റിലെന്ന്. അതിൽ ഷൂസ് ആണെന്ന് പറയുന്നു. അവർ ചെക്ക് ചെയ്തപ്പോൾ ഷൂസ് തന്നെയാണ്. അത് ആ ഷൂസ് വിപിൻലാലിന് കൈമാറുന്നു. അങ്ങനെ വിപിൻലാൽ അത് സെല്ലിലുള്ള പൾസർ സുനിക്ക് എത്തുന്നു. ആ സമയത്ത് സെല്ലില് സഹതടവുകാരായിട്ടുണ്ടായിരുന്നത് ഈ വിപിൻലാലും ജിൻസൺ എന്ന മറ്റൊരു ഇൻമേറ്റുമാണ്. ഈ കാര്യം ഇങ്ങനെ ജയിലിലേക്ക് മൊബൈൽ ഫോൺ കിട്ടിയെന്ന് പ്രോസിക്യൂഷൻ അവിടെ ആർഗ്യൂ ചെയ്യണം. അവിടെ പ്രോസിക്യൂഷൻ പറയുന്നത് ജയിലിലേക്ക് ഒരു മൊബൈൽ ഫോണൊക്കെ സ്മഗിൾ ചെയ്ത് എത്തണമെങ്കിൽ അത്രയും വലിയൊരു മാസ്റ്റർ കോൺസ്പിറേറ്റർ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അതല്ലാതെ ഒരിക്കലും ഒരു പ്രതിക്ക് ഒരു മൊബൈൽ ഫോൺ കിട്ടില്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അപ്പോൾ അതിൽ ഡിഫൻസ് പറഞ്ഞത് അങ്ങനെ ഒരു മാസ്റ്റർ കോൺസ്പിറേറ്റർ ആയിട്ട് ഈ 8ാം പ്രതിയായി ദിലീപിനെ കാണാൻ കഴിയില്ലെന്നും, കാരണം അങ്ങനെ ഒരു കോൺസ്പിറേറ്റർ ആയിരുന്നെങ്കിൽ അവരോട് യോജിച്ചു പോവുകയുള്ളൂ. പക്ഷെ ഇവിടെ ദിലീപ് പോലീസ് ഓഫീസേഴ്സിലേക്ക് ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയെന്നും അതിനെതിരായ ഒരു കംപ്ലൈന്റ് പോവുകയും ചെയ്തതോടുകൂടി ഇങ്ങനെയൊരു കോൺസ്പിറസിയിൽ ദിലീപ് പങ്കെടുക്കാത്തത് കൊണ്ടാണെന്നായിരുന്നു ഡിഫൻസിന്റെ വാദം. ഇനി ഇങ്ങനൊരു മൊബൈൽ ഫോൺ അന്ന് പൾസർ സുനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ എന്ന് തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് ഈ സാക്ഷികളുടെ മൊഴി പ്രധാനമാണ്. വിഷ്ണുവിന്റെ, അതുപോലെ വിപിൻലാലിന്റെ, പിന്നെ മഹേഷിന്റെ. ഇവര് 3 പേരുടെയും മൊഴി ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ വിഷ്ണുവിന്റെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എവിടെ നിന്ന് ഷൂസ് വാങ്ങിയെന്നോ, എവിടെ നിന്നാണ് ഗമ്മും കത്തിയും വാങ്ങിയെന്നോ, എവിടെ നിന്നാണ് ചെരുപ്പ് നന്നാക്കുന്ന ആളെ കണ്ടതെന്നോ, ചെരുപ്പ് തുന്നുന്ന ആളെ കണ്ടതെന്നോ വിഷ്ണു പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അത് ചോദിച്ചിട്ടുമില്ല. മഹേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ എന്താന്ന് വെച്ചാല് കോടതിയിൽ വന്ന് കൃത്യമായി പറഞ്ഞു അന്നത്തെ ദിവസം 10/4/2017 ഞാൻ ജയിലിൽ എത്തിയതെന്നും അന്ന് 3 മണിയോടുകൂടി ഞാൻ ജയിലിൽ എത്തിയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊരിക്കലും ആ ഒരു ഡേറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ടുമില്ല. വിഷ്ണു പറഞ്ഞത് വിഷ്ണുവിനൊപ്പം മഹേഷ് വരികയായിരുന്നു ജയിലിലേക്ക്, മഹേഷിന്റെ കയ്യിൽ, എന്നിട്ട് ആ ജയിലിൽ കൊടുക്കാനുള്ള കിറ്റ് കൊടുത്തു എന്നാണ് വിഷ്ണു പറഞ്ഞത്. എന്നാൽ മഹേഷ്
അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ പോലീസിന് മുമ്പാകെ കൊടുത്ത മൊഴിയിൽ വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ജയിലിലേക്ക് പോയതെന്ന് പറഞ്ഞിട്ടില്ല. അത് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ടുമില്ല. ഇനി രേഖകൾ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടായോ എന്നാണ്. ഇവിടെ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജയിലിലെ വിസിറ്റേഴ്സിന്റെ ഡയറി ഉണ്ട്. ആ വിസിറ്റേഴ്സ് ഡയറി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മഹേഷ് എന്ന പേര് നമുക്കതിൽ കാണാം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. 2 എൻട്രി ഉണ്ട് അവിടെ. എൻട്രി 17ഉം എൻട്രി 33യും ഈ മഹേഷ് തന്നെയാണ്. അതിൽ 2ലും കൈയക്ഷരവും മാറ്റമുണ്ട്. അതായത് ലാസ്റ്റ് എഴുതിയ 33ലെ കൈയക്ഷരം ഈ പൾസർ സുനിയുടെ ഇൻമേറ്റ് ആയിട്ടുള്ള വിപിൻലാലിൻ്റെതാണ്. എന്നാൽ 17ലെ കൈയക്ഷരം മറ്റാരുടേതോ ആണ്. അതിൽ ജയിലിലെ വെൽഫെയർ ഓഫീസർ എക്സാമിൻ ചെയ്തു. അതിൽ പറഞ്ഞത് ജയിലിലേക്ക് എന്തൊക്കെ ആർട്ടിക്കിൾസ് നൽകാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഡ്രസ് മെറ്റീരിയൽസ്, മാഗസീൻസ്, അതുപോലെ ടോയ്ലറ്റ് ആർട്ടിക്കിൾസ്, അതായത് ഈ തോത്ത്, സോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ജയിലിലെ ഇൻമേറ്റ്സിന് കൊടുക്കാനായിട്ട് വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നതെന്നാണ് വെൽഫെയർ ഓഫീസർ പറഞ്ഞത്. ഇനി വെൽഫെയർ ഓഫീസർക്കായിരുന്നു അന്ന് വിസിറ്റേഴ്സ് ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡ്യൂട്ടി. എന്നാൽ അന്ന് സഹായിക്കാനായിട്ട് വിപിൻലാലിനെ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വിപിൻലാലിന്റെ ഹാൻഡ് റൈറ്റിംഗ് അതിൽ വന്നിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. ഇനി ഇവരുടെ ഒന്നും മൊഴിയല്ലാതെ നമുക്ക് ചെരുപ്പ് തുന്നുന്ന ആളുടെ അടുത്തേക്ക് പോവാം. അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അയാൾ പറയുന്നത് ഈ വിഷ്ണുവിനെ പോലീസ് ഓഫീസേഴ്സ് പോലീസ് ജീപ്പിൽ ഇരുത്തിക്കൊണ്ട് അയാളുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇയാൾ തുന്നിക്കൊടുത്ത ഈ ഷൂസ് കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഞാൻ തന്നെ തുന്നിക്കൊടുത്ത ഷൂസ് ആണെന്ന് പറഞ്ഞു. അയാൾ മജിസ്ട്രേറ്റിന് മുമ്പാകെ പറഞ്ഞത് ഒരു ദിവസം ഒരു 10-30 പേരെങ്കിലും ചെരുപ്പ് തുന്നാനൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പ്രത്യേകമായൊരു വ്യക്തിയെ തിരിച്ചറിയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഈ ഷൂസ് ഞാൻ തുന്നിയത് തന്നെയാണെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ളിൽ ഒരു മൊബൈൽ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇയാൾ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് മൊഴിയിൽ കൊടുത്തത്. ഈ മൊബൈലിൽ നിന്ന് പൾസർ സുനി ഈ മൊബൈൽ കിട്ടിയ ഉടനെ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം പറയുന്നുണ്ട് മൊബൈൽ ഇവിടെ സേഫായി കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നാദൃശ്യക്ക് വിളിക്കുന്നു. നാദൃശ്യക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ദിലീപിന്റെ ഡ്രൈവറായ അപ്പുണ്ണിക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പൾസർ സുനി ഇവരെയൊക്കെ ജയിലിൽ നിന്ന് വിളിച്ചു എന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കണമെങ്കിൽ ഈ മൊബൈൽ ഫോൺ ജയിലിൽ പൾസർ സുനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പ്രോസിക്യൂഷൻ തെളിയിക്കണം. ഇങ്ങനെയുള്ള ചില വൈരുദ്ധ്യങ്ങൾക്കിടയിൽ ഈ മൊബൈൽ ഫോൺ അവിടെ ജയിലിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ ജയിലിൽ അങ്ങനെ ഒരു മൊബൈൽ പൾസർ സുനി ജയിലിനുള്ളിൽ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നാണ് ജഡ്ജ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തൊരു ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്